ഹലോ, ഇന്ന് ഒരു നാടൻ രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ രസം എന്ന് പറയുമ്പോൾ പൊതുവേ എനിക്കിഷ്ടം തമിഴ്നാട്ടിൽ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ കിട്ടുന്ന രസമാണ്. പക്ഷേ അത് നമ്മൾ വീട്ടിലെത്ര ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് വരാറില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇതിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയാണ്. ഇങ്ങനെ തന്നെയാണ് ഞാൻ സാധാരണയായിട്ടൊക്കെ ഉണ്ടാക്കാറ്. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റമൊക്കെ വരുത്തി ഉണ്ടാക്കി നോക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ മിക്സർ ജാറിലേക്ക് നല്ലോണം കുറച്ച് വെളുത്തുള്ളി നേരാക്കിയത്, പിന്നെ 1.5 ടീസ്പൂണോളം നിറച്ച് ജീരകം, 2 ടീസ്പൂൺ നിറയെ കുരുമുളകും, ഇതും പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് നന്നായി അരച്ച് അവിടെ മാറ്റി വയ്ക്കുക. പിന്നെ ഞാൻ നേരത്തെ തന്നെ കുക്കറിൽ കുറച്ച് തുവരപ്പരിപ്പ്, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ തുവരപ്പരിപ്പ് എടുത്തിട്ടുള്ളൂ, നല്ലോണം കുറച്ച് വെള്ളത്തിൽ നന്നായി വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 തക്കാളി മുറിച്ചതും, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഒരു കളറിന് വേണ്ടി ഇടുന്നതാണ് കേട്ടോ, അത് വേണമെങ്കിൽ ഇട്ടാൽ മതി നിങ്ങൾ. പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം, കുറച്ച് ശർക്കര ഇട്ടിട്ട് കുക്കറിൽ 2 വിസിൽ വരുന്നവരെ നന്നായി വേവിക്കാനായിട്ട് വയ്ക്കാം. തക്കാളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ കുക്കറിൽ തന്നെ വേവിച്ച് വയ്ക്കണം. പിന്നെ അതിന് ശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളകൊക്കെ ഒന്ന് പൊട്ടിക്കുക. പിന്നെ നേരത്തെ അരച്ച് വെച്ച കുരുമുളകും വെളുത്തുള്ളി ജീരക മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊരു മണം വരുന്നവരൊന്ന് വഴറ്റുക. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമ്മളൊരു 2 ഗ്ലാസ് ചുടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. ഇത് എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ കുക്കറിൽ, അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ഗ്രേവി ഒഴിച്ചു കൊടുക്കണം. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഗ്ലാസ് കൂടി ഞാൻ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ടൊരു തിള വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം, അധികം തിളപ്പിക്കരുത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് നല്ലോണം മല്ലിയില, പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു രുചി ഉണ്ടാവും കേട്ടോ രസത്തിന്. അപ്പോൾ അധികം തിളപ്പിക്കരുത് രസം. നമ്മൾ തിളയ്ക്കാൻ തുടങ്ങിയ ഉടനെ തന്നെ ഓഫ് ചെയ്ത് വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ തന്നെയാണോ രസം ഉണ്ടാക്കുക എന്നുള്ളത് കമൻറ്റിൽ പറയാം. ഓക്കെ.